ആപ്കി അദാലത്തിൽ രവിശാസ്ത്രിയുടെ മേലുള്ള കുറ്റാരോപണം ക്രിക്കറ്റിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കാത്ത വ്യക്തി എന്നുള്ളതാണ്. രവി സുപ്രീം കോടതി ലോഡ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. ക്രിക്കറ്റിൽ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ താങ്കളുടെ സ്റ്റേറ്റ്മെന്റും ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോൾ താങ്കൾ അത് ആഗ്രഹിക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല. റിഫോംസ് തീർച്ചയായും ആവശ്യമാണ്. അതായത് സുപ്രീം കോടതി ലോധ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം 85% ഇംപ്ലിമെന്റ് തീർച്ചയായും വേണം. ചില സമയങ്ങളിൽ വടിയെടുക്കേണ്ട സമയത്ത് വടിയെടുക്കണം. അത് അത്യാവശ്യമാണ്. ഒരു 80-85% അത് വളരെ അത്യാവശ്യമാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ 3 സെലക്ടേഴ്സേ പാടുള്ളൂ, 5 പേര് ആവശ്യമില്ലെന്നാണ് പറയുന്നത്. 3 പേര് മതിയെന്ന്. ഇതിലെന്ത് പ്രശ്നമുള്ളൂ? അല്ല, ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. ഈ ബാക്കിയുള്ള 15% ഉണ്ടല്ലോ, അത് നോക്കുകയാണെങ്കിൽ ടോട്ടലായിട്ട് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് വളരെ കഷ്ടമാണ്. പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ പ്രാക്ടിക്കലായിട്ട് അത് ശരിക്കും ബുദ്ധിമുട്ടാണ്. അത് നടപ്പിലാക്കാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് എന്റെ ഒപ്പീനിയനാണ്, എന്റെ അഭിപ്രായത്തിൽ. അതായത് നമ്മുടെ സെലക്ടേഴ്സ്, ഇത് ഒരു വലിയ കൺട്രിയാണ്. ഈ ഇന്ത്യയിൽ ഒരുപാട് യുവാക്കൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ലോകം മുഴുവൻ നിങ്ങൾ നോക്കൂ. ലോകം മുഴുവൻ എടുത്തു നോക്കിയാലും ഇന്ത്യയിൽ കളിക്കുന്ന അത്ര ഒരിക്കലും ഉണ്ടാവില്ല. അതായത് നമ്മുടെ സിസ്റ്റം വളരെ അത്ഭുതകരമായ സിസ്റ്റമാണ്. 5 സോൺസ് ഉണ്ട്, 5 സെലക്ടേഴ്സ് ഓരോ സോണിലും ഉണ്ട്. നിങ്ങൾ എന്താണ് നോക്കുന്നത്? ഇന്റഗ്രിറ്റി, അതായത് സെലക്ഷൻ ഫെയർ ആയിരിക്കണം. പക്ഷേ രാജ്യത്തിന്റെ വലിപ്പമനുസരിച്ച് നമ്മുടെ ഗെയിമിൽ 3 ഫോർമാറ്റ് ഉണ്ട്. 50 ഓവേഴ്സ് ഫോർമാറ്റ്, 20-20 ഫോർമാറ്റ്. എന്റെ അഭിപ്രായത്തിൽ 5 സെലക്ടേഴ്സ് എന്തായാലും വേണം. പിന്നെ 10 ടാലന്റേഴ്സ്, സ്കൗട്ട്സും വേണം. ഒരു സോണിൽ 2 പേർ. അതായത് ഞാൻ വെസ്റ്റ് സോണിലാണുള്ളത്. ഒരുപക്ഷെ നിങ്ങൾ എന്നെ സെലക്ടർ ആക്കിയാലും എനിക്കറിയില്ലല്ലോ വെസ്റ്റ് സോണിൽ എന്താ നടക്കുന്നതെന്ന്. എങ്ങനെ കളിക്കുന്നെന്ന് എങ്ങനെ അറിയും? നല്ല പ്ലെയറിനെ എങ്ങനെ കണ്ടുപിടിക്കും? അല്ലെങ്കിൽ സെൻട്രൽ സോണിൽ സിസ്റ്റം എങ്ങനെയുണ്ട്? ഒരുപക്ഷെ ഞാൻ ടാലന്റ് സ്കൗട്ട് ആണെങ്കിലും ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്കെങ്ങനെ അറിയാനാണ്? ഏത് കോച്ചാണ് നല്ലത് അണ്ടർ 15 കാര്യത്തിൽ കളിപ്പിക്കുന്നവരില്? പിന്നെ അണ്ടർ 19 എങ്ങനെയാണ് മനസ്സിലാവുക? അതായത് ഒരു സെൻട്രൽ സോണിൽ നിന്ന് വരികയാണെങ്കിൽ, അല്ല, ഞാൻ വെസ്റ്റ് സോണിലാണ് ഉള്ളത്, എനിക്കെല്ലാം അറിയാം. ബോംബെയിൽ എവിടെ പോണം, പൂനെയിൽ എവിടെ പോണം, എനിക്കൊരു ഐഡിയ ഉണ്ട്. കാരണം ഞാൻ ആ സോണിൽ കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ 3 പേരെന്നത് വളരെ കുറവാണ്. ക്രിക്കറ്റ് ഒന്നും കളിച്ചിട്ടില്ല. അതായത് സുപ്രീം കോടതിയുടെ റെക്കമെൻഡേഷൻ ഉണ്ട് ലോധ കമ്മിറ്റിക്ക്. അത് നമ്മൾ മാനിച്ചേ മതിയാകൂ. പക്ഷേ ഞാൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ടോട്ടൽ, അതായത് നിങ്ങൾ കളിക്കുന്നത് കൂളിംഗ് ഓഫ് പീരീഡിലായിരിക്കും. അവരെന്താ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഒരുപക്ഷെ താങ്കൾ ഓഫീസിലുണ്ടെങ്കിൽ ഒരു 3 വർഷം കഴിഞ്ഞ് വീണ്ടും വന്ന് ജോയിൻ ചെയ്യാനാണ് അവര് പറയുന്നത്. അല്ലല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കുറവാണ്. ആരെങ്കിലും ക്രിക്കറ്റ് കളിക്കണമെന്ന് വിചാരിച്ചാൽ അവരും കണ്ടിന്യൂറ്റി ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ലല്ലോ. 5 വർഷം ആയിക്കോട്ടെ, 6 വർഷം ആയിക്കോട്ടെ, അതിനുശേഷം അവര് 3 വർഷം കൂളിംഗ് ഓഫ് പീരീഡ് എടുക്കുന്നു, അതിനുശേഷം ആരംഭിക്കട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലെയർ നന്നായി കളിച്ചാൽ എന്തിനാണ് അവരെ 3 വർഷത്തിൽ തന്നെ പറഞ്ഞു വിടുന്നത്? അല്ല, നിങ്ങൾക്ക് എങ്ങനെ അറിയാനാണ് അവർക്ക് പകരം റീപ്ലേസ്മെന്റ്? അല്ല, അവര് നല്ല പെർഫോം ചെയ്തവരാണല്ലോ. അത് കണ്ടിന്യൂ ചെയ്യുമോ ഇല്ലയോ എന്ന് നോക്കണ്ടേ? അത് വേണമല്ലോ. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു നല്ല വ്യക്തിയെ കിട്ടിയാൽ ഒരുപക്ഷെ റീ എലക്ഷനിൽ അവരെ എലക്ട് ചെയ്താൽ വീണ്ടും അവർ 3 വർഷം കൂടി തുടരാവുന്നതാണ്. 6 വർഷമെങ്കിലും അവരുണ്ടാകണം. അത് കഴിഞ്ഞ് 3 വർഷം എടുത്തോട്ടെ കൂളിംഗ് ഓഫ് പീരീഡ്. അതായത് 6 വർഷത്തേക്ക് അവരുണ്ടാകണം. അതായത് ഇപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതായത് റെക്കമെൻഡേഷനും പിന്നെ ജഡ്ജ്മെന്റും പാസ്സായി. പക്ഷെ എന്നാലും ഇപ്പോഴും അത് ചെയ്യാൻ കഴിയും. പക്ഷെ ഇതുപോലെ റെക്കമെൻഡ് ചെയ്തതിനു ശേഷം കമ്മിറ്റി രവിശാസ്ത്രിയോടോ സുനിൽ ഗവാസ്കറോടോ സച്ചിൻ തെണ്ടുൽക്കറോടോ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ചോദിച്ചിരുന്നു? അൺഫോർച്ചുനേറ്റ്ലി ആരും ഇതേക്കുറിച്ച് എന്നോട് പറഞ്ഞില്ല. ഒരുപക്ഷെ ഇക്കാര്യം ആരെങ്കിലും എന്നോട് സംസാരിച്ചിരുന്നെങ്കിൽ തീർച്ചയായും എസ്റ്റീം സുപ്രീം കോടതി ജഡ്ജിക്ക് ഉയർന്നു വന്നു. അതായത് 70 വയസ്സിന് മുകളിലുള്ളവർ, അതായത് വല്ല മിനിസ്റ്റേഴ്സോ ഓഫീസേഴ്സോ? അല്ല, ഞാൻ പല മിനിസ്റ്റേഴ്സുമായും ഞാൻ ഗ്രൂ അപ്പ് ആയിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ കാലത്ത് വാങ്കഡെ ഉണ്ടായിരുന്നു, അതിനുശേഷം സാൽവേ സാർ ഉണ്ടായിരുന്നു, അതിനുശേഷം ശങ്കർ റാവ് സിന്ധ്യ ഉണ്ടായിരുന്നു, പിന്നെ ശരത് പവാർ, പിന്നെ ജെറ്റ്ലി വന്നു IPL മാച്ചിന് വേണ്ടി. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇവരെല്ലാം നല്ല അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിരുന്നു. അതായത് പറഞ്ഞു വന്നാൽ, അതായത് ശരത് പവാർ 70 വയസ്സിൽ കൂടുതലുള്ളയാൾ, ഇപ്പോഴും പാർട്ട് ഓഫ് ദി സിസ്റ്റത്തിലുണ്ട്. അദ്ദേഹം മുംബൈ ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റാണ്. പിന്നെ ശ്രീനിവാസൻ, തമിഴ്നാട്ടിൽ നിന്ന് 70 വയസ്സിൽ കൂടുതലുള്ളയാൾ. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? ഈ അഡ്മിനിസ്ട്രേഷൻ ഒന്നും ശരിയല്ലെന്നോ?
എല്ലാവരും സമർത്ഥരായ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. കാരണം ചില സമയങ്ങളിൽ എക്സ്പീരിയൻസ് വളരെ അത്യാവശ്യമാണ്. അതായത് ഇത് ഞാൻ എൻ്റെ ഗെയിമിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ്. അതായത് ദർ നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ എക്സ്പീരിയൻസ്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അമേരിക്കയുടെ കാര്യം എടുത്തു നോക്കൂ. സുപ്രീം കോടതി ജഡ്ജിക്ക് റിട്ടയർമെന്റ് ഇല്ല. 80-90 വയസ്സ് വരെ ഉണ്ടാകും. അവരുടെ താല്പര്യമുള്ള അവർ തയ്യാറാണെങ്കിൽ നമ്മളത് യൂസ് ചെയ്യണം. അതായത് അവരിൽ നിന്നും യങ്സ്റ്റേഴ്സ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അതായത് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, എനിക്കിതിൽ നല്ല വിശ്വാസമുണ്ട്. നിങ്ങൾ ഈ അഡ്മിനിസ്ട്രേഷനുമായി ക്രിക്കറ്റിനെ താരതമ്യം ചെയ്താൽ, അതായത് ക്രിക്കറ്റ് മാനേജ്മെന്റിന് ക്രിക്കറ്റിനെ കുറിച്ചുള്ള 90% കാര്യങ്ങളെക്കുറിച്ചും അറിയില്ല. പക്ഷേ ഇതേ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാം, 90% ഓഫ് ദ ക്രിക്കറ്റേഴ്സിന് അവർക്ക് അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ കുറിച്ചൊന്നും അറിയില്ല. എഴുതിത്തരാം. ഈ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തണം. കാരണം ഇതൊരിക്കലും ഇങ്ങനെ ആവാൻ പാടില്ല. അതായത് 6 മാസങ്ങൾക്ക് ശേഷം നിങ്ങളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം ഇങ്ങനെയും ആവാം. എല്ലാം ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം ചില റെക്കമെൻഡേഷൻസ് ഫസ്റ്റ് ക്ലാസ് ആയി പ്രവർത്തിച്ചു. എല്ലാ അഭിനന്ദനങ്ങളും ലോധ കമ്മിറ്റിക്കും സുപ്രീം കോടതിക്കും നൽകാം. ഒരുപക്ഷെ ബൈ ചാൻസ്, ഒരുപക്ഷെ സ്റ്റേറ്റ് അസോസിയേഷനിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടായ, ഒരുപക്ഷെ BCCIയിൽ എന്തെങ്കിലും ഇന്ത്യൻ ടീം പെർഫോമൻസിൽ 6 മാസത്തിന് ശേഷം ആ ഉത്തരവാദിത്തങ്ങൾ ആരേൽക്കും? അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. വേണോ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ? അത് ആരാണോ റെക്കമെൻഡ് ചെയ്തത് അവരാണ് അഭിനന്ദനങ്ങൾ സ്വീകരിക്കുന്നവര്. ഇതും അവരല്ലേ അതിന് ഉത്തരം പറയേണ്ടത്. അതല്ലേ അതിന്റെ ശരി. ഇപ്പോൾ താങ്കൾ പറയുന്ന ഈ അഭിപ്രായങ്ങളെല്ലാം BCCIയുടെ അഭിപ്രായങ്ങളാണെന്ന് ഞങ്ങൾ എടുക്കാമല്ലോ അല്ലേ? BCCIയിൽ നിന്ന് താങ്കൾക്ക് കോടിക്കണക്കിന് ലഭിക്കുന്നുണ്ട്. ഞാൻ എന്താ പറയുന്നെന്ന് വെച്ചാൽ 90% 85% ഇംപ്ലിമെന്റ് ചെയ്യൂ. കാരണം വടിയെടുക്കേണ്ട സ്ഥലങ്ങളിൽ വടിയെടുത്തേ പറ്റൂ. ഒരുപക്ഷെ എന്റെ അറിവിൽ ഗവേണൻസിൽ റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ട്, അഡ്മിനിസ്ട്രേഷനിൽ വന്നിട്ടുണ്ട്, ഹാൻഡ്ലിംഗ് ഓഫ് ഫൈനാൻസിൽ വന്നിട്ടുണ്ട്. അതായത് ഈ ഇലക്ടോറിയൽ പ്രോസസ് അത് വളരെ നല്ലതാണ്. പ്രോക്സി ഒന്നും ഇവിടെ ശരിയാവില്ല. ഒരു നല്ല സിസ്റ്റം വേണം. ഒരു CEOയെ അപ്പോയിന്റ് ചെയ്യൂ, CFOയെ അപ്പോയിന്റ് ചെയ്യൂ, പ്രൊഫഷണൽസിനെ അപ്പോയിന്റ് ചെയ്യൂ. അതെല്ലാം വളരെ നല്ല കാര്യങ്ങളാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ നന്നായി പ്രവർത്തിക്കണം, ഫുൾ എഫോർട്ടോടുകൂടി. കാരണം ഈ ഇംപ്ലിമെന്റേഷൻ എന്ന വിഷയം വരുമ്പോൾ അപ്പോഴേ വ്യക്തമായി നമുക്ക് മനസ്സിലാവും നല്ല കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ. അതായത് മുത്കൽ കമ്മിറ്റി ആണെങ്കിലും ലോധ കമ്മിറ്റി ആണെങ്കിലും രണ്ടും ആരുടേതാണ് സർ? BCCIയുടെ തന്നെയല്ലേ? അത് നിങ്ങളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലേ? ശരി, അത് വിട്ടേക്ക്. സുപ്രീം കോടതിയിലേക്ക് ഈ കാര്യം പോയപ്പോൾ നിങ്ങൾക്ക് അവിടെയും ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഇത് നിങ്ങളുടെ ഒരു ഫെയിലിയർ അല്ലേ സർ? അപ്പോൾ നിങ്ങൾ വന്ന സ്ഥിതിക്ക് അത് എക്സിക്യൂട്ട് ചെയ്യണം സർ. അത് ചെയ്യാതെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് സർ? ചെയ്യാം. നിങ്ങളുടെ ഈ പെർസെപ്ഷൻ എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ ഈ പെർസെപ്ഷൻ എന്തെന്നാൽ BCCI ചെയ്യുന്നതെല്ലാം തെറ്റാണെന്നാണോ പറയുന്നത്? അത് തികച്ചും തെറ്റാണ്. നിങ്ങൾ ഈ കൺട്രിയിലെ മറ്റ് സ്പോർട്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ BCCIയുടെ 10% പോലും അവരെത്തില്ല. ഒരുപക്ഷെ BCCI അത്രയ്ക്ക് മോശമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കുന്നു, ഒരുപാട് ചേഞ്ചസ് വേണം, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അത് അത്രയ്ക്ക് മോശമാണെങ്കിൽ 2-3 വേൾഡ് കപ്പ് ജയിക്കാൻ കഴിയില്ലായിരുന്നു. നിങ്ങളുടെ വിരാട് കോഹ്ലി, സച്ചിൻ തെണ്ടുൽക്കർ, കപിൽ ദേവ്, ഗവാസ്കർ ഇവരൊന്നും വരില്ലായിരുന്നു. നിങ്ങൾ ഒരുപാട് റവന്യൂ ഉണ്ടാക്കുന്നുണ്ട്, BCCIക്ക് ഒരുപാട് വരുമാനമുണ്ട്. പിന്നെ എങ്ങനെയാണ് ചെക്ക് ആൻഡ് ബാലൻസ് ഇല്ലാന്ന് പറയുന്നത്? തീർച്ചയായും ഉണ്ടാവില്ല. 85% ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. ഞാൻ എന്താ പറഞ്ഞത്? ഗവേണൻസിൽ, ഫൈനാൻസിൽ, അതായത് സാമ്പത്തിക സഹായത്തിൽ, അഡ്മിനിസ്ട്രേഷനിൽ, വോട്ടിംഗ് സിസ്റ്റത്തിൽ എല്ലാം ഉണ്ടാവണം ഈ റെക്കമെൻഡേഷൻ. എങ്കിൽ ചെക്കും ബാലൻസും വരും. പിന്നെ മണി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ നടന്നു എന്നറിയാൻ പറ്റും. ആ പണത്തെ ഏത് സ്റ്റേറ്റ് എങ്ങനെ യൂസ് ചെയ്തു എന്നും അറിയാൻ പറ്റും. ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് വരുന്നവർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നും അറിയാൻ കഴിയും. സർ, ഞാൻ താങ്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, താങ്കൾ ഒരു നല്ല ക്രിക്കറ്റർ മാത്രമല്ല, നല്ലൊരു കമന്റേറ്ററുമാണ്. അതിൽ താങ്കളുടെ കമന്റിലെ ഏറ്റവും നല്ല ബെസ്റ്റ് മൊമെന്റ് ഏതായിരുന്നു? അതിൽ എപ്പോഴാണ് താങ്കൾ സന്തോഷമായിട്ട് കമന്ററി പറഞ്ഞത്? 6 more into the stands. India win the World Cup. Dhoni goes big. It's 6 more. India win the World Cup after 28 years.